അഹ്കാമു റാഇൽ മുതഹരിക്കത്തി, ഹർക്കത്തുള്ള റാകളുടെ നിയമങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫതഹുണ്ട്, കസറുണ്ട്, ലമ്മുണ്ട്. ഇതാണ് ഹർക്കത്ത്. പിന്നുള്ളത് സുക്കൂനാണ്, അത് ഹർക്കത്തല്ല. അപ്പോൾ അതിൻ്റെ നിയമങ്ങളാണ്. അറബി ഭാഷയിൽ റാഇന് 2 തരം ഉച്ചാരണങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ്? തഫ്ഹീമ്, തർക്കീക്ക്. അപ്പോൾ എത്ര തരം ഉച്ചാരണം ഉണ്ട്? 2 തരം. ഏതൊക്കെയാണ് തഫ്ഹീമ്, തർക്കീക്ക്? അങ്ങനെ ചോദ്യം നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കാം. റായിന് ഫതഹോ ലമ്മോ ആണെങ്കിൽ വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതാണ് തഫ്ഹീമ്. അപ്പോൾ എന്താണ് തഫ്ഹീമ്? തഫ്ഹീമിനെ എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇനി റായിന് കസ്റാണെങ്കിൽ നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിന് തർക്കീക്ക് എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ റാ റു ഒരേ സൗണ്ടാണ്, അത് തഫ്ഹീമാണ്. തർക്കീക്ക് റീ എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഉച്ചാരണം ഏത് രൂപത്തിൽ വരണം? രി എന്നാവണം. രാ രീ രു രയിലെ രീ വരണം. മറ്റത് റാ റു എന്ന് തന്നെയാണ്. അപ്പോൾ ഫതഹ്, ലമ്മ്, തഫ്ഹീമ്, കസ്ർ, തർക്കീക്ക് അഥവാ രി എന്നുള്ളത്. ഇനി റാ റീ റു എന്നീ അക്ഷരങ്ങൾ വരുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം, എഴുതി പരിശീലിപ്പിക്കാം. അപ്പോൾ അത് നമുക്ക് പരിശീലനത്തിന് വേണ്ടിയിട്ടാണ്, അതിനുള്ള സ്ഥലം അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇനി പദങ്ങൾ എഴുതി പരിശീലിക്കാം. അവിടെ എഴുതാനുള്ള ഭാഗമാണ്, അങ്ങോട്ട് അത് എടുത്തെഴുതണം. ആ എഴുതാൻ വേണ്ടി തരുന്നത് നമുക്ക് പരിജ്ഞാനത്തിന് വേണ്ടിയാണ്. പാഠഭാഗത്തിലുള്ള വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഉലിബത്തിറൂം, കണ്ടില്ല, റൂ വന്നു. യഫ്റഹുൽ മുഅ്മിനൂൻ, റാ വന്നു. യുബ്ലിസുൽ മുജിരി, റീ എന്നല്ല, മുജിറിമു അല്ല, മുജിരിമൂൻ. സ്വരം മാറിയത് കണ്ടില്ല. ഫീ റൗളത്തിൻ യുഹ്ബറൂൻ, റാ റു. ബിമാ ലദൈഹിം ഫരിഹൂൻ. പാഠത്തിലെ വിഷയങ്ങൾ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഏതാൾക്കും വളരെ എളുപ്പത്തിൽ ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അവിടെ സ്കാൻ ചെയ്താൽ നല്ല ഒത്തു കേൾക്കാം. ഇതിൽ പറയുന്നത് അഹ്കാമു ലാമി ലഫ്ലിൽ ജലാല, ജലാലത്തിൻ്റെ പദത്തിലെ ലാമിൻ്റെ വിധികൾ. എങ്ങനെ പറയാം? ജലാലത്തിൻ്റെ പദത്തിലെ ലാമിൻ്റെ വിധികൾ, അതാണ് ഹെഡിങ്ങിൻ്റെ അർത്ഥം. നമുക്ക് വായിച്ചു നോക്കാം. ഈ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. അല്ലാഹു എന്ന ശ്രേഷ്ഠമായ നാമം ഉച്ചരിക്കുന്നതിന് 2 രീതികളുണ്ട്. ഈ നാമത്തിലെ ലാം എന്ന അക്ഷരത്തിലാണ് ഉച്ചാരണ വ്യത്യാസം. ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിൽ ഫതഹോ ലമ്മോ ആണെങ്കിൽ ലാമിനെ വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിന് തഫ്ഹീം എന്ന് പറയും. ലാമിന് മുമ്പുള്ള അക്ഷരത്തിൽ കെസ്ർ ആണെങ്കിൽ സാധാരണ ലാമു പോലെ ഉച്ചരിക്കണം. ലീ എന്നുണ്ടല്ലോ, ലില്ല ഉച്ചരിക്കണം. ഇതിന് തർക്കീക്ക് എന്നും പറയും. ഉദാഹരണം നോക്കൂ. അല്ലാഹു, വല്ലാ എന്നുള്ള ശബ്ദമായിരിക്കും തഫ്ഹീമാകുമ്പോൾ. ലാ എന്നുള്ള ശബ്ദം, ലാമിൻ്റെ അതേ ശബ്ദമായിരിക്കും തർക്കി. അത്രേ പഠിക്കാനുള്ളൂ. ലാമിൻ്റെ അതേ സ്വരമാണോ അതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ തർക്കീക്ക്. ലോ എന്നുള്ള ശബ്ദമോ, വായ നിറച്ച് ലോ എന്നുള്ള ശബ്ദമാണോ തഫ്ഹീം. അത്രയേ ഉള്ളൂ. ഇതിലിപ്പോൾ എന്താ അത്ര കാര്യമായിട്ട് പഠിക്കാനുള്ളത്? എന്തെളുപ്പമാണ്. വല്ലാഹു, ഹക്കുല്ലാഹി രണ്ടും തഫ്ഹീമാണ്. ലില്ല കണ്ടില്ല, ലില്ലാഹി തർക്കീക്കാണ്. അല്ലാഹു എന്ന ശ്രേഷ്ഠമായ നാമം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം, എഴുതി പരിശീലിപ്പിക്കാം. അതിൽ തഫ്ഹീമും തർക്കീകും വേർപിരിച്ചതാണ് കേട്ടോ. ഇനി പദങ്ങൾ എഴുതി പരിശീലിക്കാം എന്നുള്ളതിൽ എഴുത്ത് മാത്രമല്ല, അതിൽ വന്ന പദങ്ങൾ കൂടി മനസ്സിലാക്കാനാണ്. ഇത്തഖില്ലാഹ, ഇത്തഖില്ല, ലാ വന്നില്ലേ, ഏതാണ്? തർക്കീക്കാണ്. വകഫാ ബില്ലാ, ലാ വന്നില്ലേ, ലാ തർക്കീക്കാണ്. ഫി കിതാബില്ല, ലാ വന്നില്ലേ, അതും തർക്കീക്കാണ്. അസ്തഗ്ഫിറുല്ലാ, ലാ വന്നില്ലേ, തഫ്ഹീം. അഅദ്ദല്ലാഹു ലഹും, അതും തഫ്ഹീം. ഖുർആനിൽ നിന്ന് കണ്ടെത്താം. വമൻ യുതിഇല്ലാഹ, ലാ വന്നില്ലേ, തർക്കീക്ക്. കാന ഇൻദല്ലാഹ്, ലാ വന്നില്ലേ, തഫ്ഹീം. വതവക്കൽ അലല്ലാഹി, അതേതാണ്? തഫ്ഹീം. ലിയജ്സിയല്ലാഹു, തഫ്ഹീം. അൽ മദ്ദുൽ അസ്ലിയു, മദ് അസ്ലിയ്. എന്താണ് അതിൽ പറയുന്നത്? അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘ ശബ്ദത്തിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘ ശബ്ദത്തിനാണ്, അപ്പോൾ നീട്ടാനുള്ള ആ ശബ്ദത്തിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. 2 ഹർക്ക ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രമേ
ദീർഘ ശബ്ദം നൽകാവൂ. അപ്പം നീട്ടുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ആ ഒരു സമയം മാത്രമേ നീട്ടാവൂ. ഇങ്ങനെ കാല എന്ന് പറയാൻ പറ്റില്ല. കാല അങ്ങനെ ആ ഒത്ത രൂപത്തിലായിരിക്കണം. അലിഫ്, വാവ്, യാ എന്നിവയാണ് മദ്ദിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ. ചോദിക്കും മദ്ദിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, എത്ര ഹർക്കത്താണ് നീട്ടേണ്ടത്, എന്താണ് മദ് അസ്ലി, ഇതൊക്കെ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം നമ്മളത് പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾ നോക്കൂ, ഫത്തഹിനെ നീട്ടാൻ അലിഫാണ്, കസ്റിനെ നീട്ടാൻ യാ ആണ്, ലമ്മിനെ നീട്ടാൻ വാവാണ്. ഉദാഹരണം അലിഫ് ഖാല, യാ ഖീല, വാവ് ഖൂലു. ഇനി ഹുറൂഫുൽ മദ്, മദ്ദിയായ അലിഫ്, വാവ് എന്നീ അക്ഷരങ്ങൾ വരുന്ന 3 പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം, എഴുതി പരിശീലിക്കാം എന്നുള്ളതാണ്. ഇനി പദങ്ങൾ എഴുതി പരിശീലിക്കാം എന്നുള്ളതിൽ വഅലമു സ്വാലിഹൻ വറവാഹുമാ ഷഹ്റുൻ വമാ യഖ്റുജു ഫീഹാ ആല ദാവൂദ ശുക്രൻ വഗറാബീബു സൂദുൻ. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ അതിൽ ആയത്തുകളിൽ അത് നീട്ടാനുള്ള മദ്ദിൻ്റെ ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കുക. ഖുർആനിൽ നിന്ന് കണ്ടെത്താം എന്നുള്ളതിൽ ഏതൊക്കെയാണ് വരുന്നത്? ലാ യംലികൂന മിസ്ഖാല ദർറ ജന്നതാനി അൻ യമീനിൻ വശിമാലിൻ സീറൂ ഫീഹാ ലയാലിയ വഅയ്യാമൻ വഹും യസ്തരിഖൂന ഫീഹാ. അതൊക്കെയാണ് വന്നിട്ടുള്ളത്.